കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ദിശാ ബോർഡ് വെച്ച് കർമ്മസമിതി. കൊടുങ്ങല്ലൂർ അമ്മ തന്നെ ശരണം. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ് റോഡിൽ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലാണ് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി വെള്ളിയാഴ്ച രാത്രി ദിശാ ബോർഡ് സ്ഥാപിച്ചത്. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി കർമ്മസമിതി സമരമുഖത്താണ്. എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ ചന്തപ്പുര കോതപുറം ഭാഗത്താണ് കേന്ദ്ര സർക്കാർ ബൈപ്പാസ് നിർമ്മാണം നടത്തുന്നത്. നിലവിൽ ദേശീയപാത 66 നിർമ്മാണം കഴിയുമ്പോൾ നഗരസഭയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ളവരും എറിയാട് പഞ്ചായത്തിലെ 4 വാർഡുകളിലുള്ളവരും അവർ ഉപയോഗിച്ചിരുന്ന വഴി എന്നേക്കുമായി അടഞ്ഞുപോകും. ഇത് മനസ്സിലാക്കിയ കർമ്മസമിതി 40 ദിവസമായി ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ രണ്ടാം ഘട്ട സമരം പന്തൽ കെട്ടി ആരംഭിച്ചു. ചന്തപ്പുരയിൽ നിന്ന് കോതപുറമ്പിലേക്ക് എലിവേറ്റഡ് ഹൈവേ നീട്ടാൻ കാരണം സെന്റ് തോമസ് പള്ളി സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിലേക്ക് പോകുവാനായി സൗകര്യമൊരുക്കിയെങ്കിലും ബൈപ്പാസ് വഴി വരുന്നവർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് അടച്ചുകെട്ടുന്നത്. കേരളത്തിൽ 2 ഉത്സവങ്ങൾ നടക്കുന്ന അപൂർവ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം. മകരമാസത്തിലെ താലപ്പൊലിയും മീനമാസത്തിലെ ഭരണിയിലും പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുക. ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷന് പടിഞ്ഞാറ് വശം താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിന് പുറമെ ആശുപത്രി, സ്കൂൾ, കോടതി തുടങ്ങി വിവിധ മേഖലകളിലേക്ക് എത്തിപ്പെടുന്നതും ഈ വഴിയിലൂടെയാണ്. വഴിയടഞ്ഞു കഴിഞ്ഞാൽ 200 മീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലങ്ങളിലെത്താൻ 2.5 കിലോമീറ്ററോളം താണ്ടേണ്ടതായി വരും. വെള്ളിയാഴ്ച രാത്രിയാണ് കർമ്മസമിതി പ്രവർത്തകർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കുള്ള ദിശാ ബോർഡ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി ഡിവൈഎസ്പി ഓഫീസ് സിഗ്നലിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചത്. നെസ്റ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ, വിവാഹം വരെ സേവനം നേടൂ.